എൻജിസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 1 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സെമസ്റ്റർ 1 മൊഡ്യൂൾ 1 ചാപ്റ്റർ 2 ദി ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ. സോ ഈ ഒരു ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആംഗ്ലോ സാക്സൺ പോയട്രി ആണ്. എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ആംഗ്ലോ സാക്സൺ പോയട്രി. സോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. So Anglo-Saxon poetry. In Old English literature too, poetry preceded prose. The Anglo-Saxon poetry is a medley of pagan and Christian thoughts. സോ എന്താ പറയുന്നത്, ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു, അതായത് എന്താണ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും എന്താണ് പോയട്രി പ്രിസീഡഡ് പ്രോസ്. പോയട്രി ആണ് എന്ത് ചെയ്യുന്നത്, പ്രോസിനേക്കാൾ മുന്നേ ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ദ ആംഗ്ലോ സാക്സൺ പോയട്രി ഇസ് എ മെഡ്ലേ ഓഫ് പേഗൻ ആൻഡ് ക്രിസ്ത്യൻ തോട്ട്സ്. മെഡ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു മിക്സ്ചർ, അല്ലെങ്കിൽ എന്താണ് ഒരു കോമ്പിനേഷൻ ഓഫ് ഒരു പേഗൻ ആൻഡ് ക്രിസ്ത്യൻ തോട്ട്സ്. അപ്പോൾ നമ്മൾ കാര്യം ആ ഒരു സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി ഇൻ ബ്രിട്ടനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. സോ ആ ഒരു ക്രിസ്ത്യാനിറ്റി കടന്നു വരുന്ന ആ ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു സമയത്തെ പോയട്രി എന്ന് പറയുന്നത് പേഗൻ തോട്ട്സിന്റെയും ക്രിസ്ത്യൻ തോട്ട്സിന്റെയും ഒരു ഒരു റെയർ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഒരു റെയർ മിക്സ്ചർ ആണ് ഇത് ആംഗ്ലോ സാക്സൺ പോയട്രിയിൽ നമ്മൾ കാണുന്നത്. ആൻഡ് ദ പോയംസ് ഓഫ് പ്രീ ക്രിസ്ത്യൻ എറ എക്സാമ്പിൾസ് ആർ വിഡ്സിത്ത് ആൻഡ് ഡിയോർസ് ലാമെന്റ്. വിഡ്സിത്തും ഡിയോർസ് ലാമെന്റും ഒക്കെ പ്രീ ക്രിസ്ത്യൻ എറയിലുള്ള പോയംസ് ആംഗ്ലോ സാക്സൺ പോയട്രിക്ക് എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ്? വിഡ്സിത്തും ഡിയോർസ് ലാമെന്റും. എക്സാമ്പിൾ ഒക്കെ 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എഴുതുക. വിഡ്സിത്തും ഡിയോർസ് ലാമെന്റും ആണ് പ്രീ ക്രിസ്ത്യൻ എറയിലുള്ള ആംഗ്ലോ സാക്സൺ പോയട്രിക്ക് എക്സാമ്പിൾ. ആൻഡ് ദ ലിറിക്കൽ ആൻഡ് ദ എലിജിയാക് പോംസ് which deviated from the pagan tradition but are not entirely Christian include the lover's message, the maiden's complaint, the wanderer and the seafarer. അപ്പോൾ എന്താണ് ലിറിക്കൽ ആൻഡ് എലിജിയാക് ആയിട്ടുള്ള പോംസ്. ലിറിക്കൽ എന്ന് പറയുമ്പോൾ ആ ഒരു പാടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പോംസ്, അതാണ് ലിറിക്കൽ പോംസ്. ആൻഡ് എലിജിയാക് പോംസ്, എലിജിയാക് എന്ന് പറയുമ്പോൾ ഒരു ശോകഗാനം പോലുള്ള ആ ഒരു ഒരു ഫ്യൂണറൽ ടൈമിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിസീസ്ഡ് പേഴ്സണെ ഒക്കെ ഉദ്ദേശിച്ച് പാടുന്ന അത്തരത്തിലുള്ള പോംസ് ആണ് എലിജിയാക് പോംസ്. സോ ഇത്തരത്തിലുള്ള പോംസ് എങ്ങനെയുള്ള പേഗൻ ട്രഡീഷനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളതും എന്നാൽ എൻറ്റയർലി ക്രിസ്ത്യൻ അല്ലാത്തതുമായിട്ടുള്ള രീതിയിലുള്ള ലിറിക്കൽ ആൻഡ് എലിജിയാക് പോംസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ദ ലവേഴ്സ് മെസ്സേജ്, ദ മെയ്ഡൻസ് കംപ്ലൈന്റ്, ദ വാൻഡറർ ആൻഡ് ദ സീഫാർ. 4 ഉണ്ട്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും 2 ഒക്കെ എഴുതുക. ആൻഡ് ദ സോങ് അബൌട്ട് വാറിന് എക്സാമ്പിൾ ആണ് ഇത് ദ ബാറ്റിൽ ഓഫ് മാൽഡൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഒരു പോർഷൻ നമ്മൾ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു ആംഗ്ലോ സാക്സൺ പോയട്രി അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി നമുക്ക് 3 ഗ്രൂപ്പായിട്ട് പറയാം, ഹീറോയിക്, എലിജിയാക് ആൻഡ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു. സോ ഇതിനുള്ള ഒരു എക്സാമ്പിൾ നമ്മുടെ പ്രീ ക്രിസ്ത്യൻ എറയിലുള്ള പോയട്രിക്ക് എക്സാമ്പിൾ ആണ് വിഡ്സിത്തും ഡിയോർസ് ലാമെന്റും. ക്രിസ്ത്യൻ എറയിലുള്ള അല്ലെങ്കിൽ പേഗൻ ട്രഡീഷനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യപ്പെട്ട എന്നാൽ എൻറ്റയർലി ക്രിസ്ത്യൻ അല്ലാത്ത പോയട്രീസ്, ലിറിക്കൽ ആൻഡ് എലിജിയാക് പോയംസിന് എക്സാമ്പിൾ ആണ് 4. ദ ലവേഴ്സ് മെസ്സേജ്, ദ മെയ്ഡൻസ് കംപ്ലൈന്റ്, ദ വാൻഡറർ ആൻഡ് ദ സീഫാറർ. പിന്നെയുള്ളത് നമ്മുടെ ആ ഒരു ഹീറോയിക് പോയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോങ് അബൌട്ട് ദ വാർ ഏതാണ്? ദ ബാറ്റിൽ ഓഫ് മാൽഡൺ ആണ് ഒരു എക്സാമ്പിൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് എക്സാമ്പിൾ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് ആംഗ്ലോ സാക്സൺ പോയട്രി അഥവാ ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ആക്സെൻച്വൽ. അതായത് പോയംസ് ആർ നോട്ട് സ്റ്റാൻസായിക് ബട്ട് ഹാസ് ലൈൻസ് റണ്ണിങ് കോൺസിക്യൂട്ടീവ്ലി. വളരെയധികം നമ്മൾ മോഡേൺ പോയട്രി പോലെ 4 വരി സ്റ്റാൻസ എന്നുള്ള രീതിയിലൊന്നുമല്ല, പകരം ഒരു വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു പോയംസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ആക്സെൻച്വൽ. ആക്സെൻച്വൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആക്സെന്റ്സിനെയൊക്കെ ബേസ് ചെയ്ത് സ്ട്രെസ് ഒക്കെ കൊടുത്ത് അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലാണ് ആ ഒരു പോയം സ്ട്രക്ചർ ചെയ്തത് അല്ലെങ്കിൽ എഴുതിയിരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സെമസ്റ്റർ 4 ലാംഗ്വേജ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ആക്സെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇപ്പൊ അറിഞ്ഞിരിക്കുക ഫീച്ചേഴ്സ് ഓഫ് ആംഗ്ലോ സാക്സൺ പോയട്രി. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്സെൻച്വൽ. അതായത് ഇറ്റ് വാസ് നോട്ട് സ്റ്റാൻസായിക്. ഇപ്പൊ മോഡേൺ പോയട്രി പോലെ 4 വരി സ്റ്റാൻസ് ആയിട്ടല്ല, പകരം വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഓൾഡ് ഇംഗ്ലീഷ്
പോയട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ പോയട്രി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫീച്ചർ ആണെന്ത്? എവറി ലൈൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ് കോൾഡ് ഹെമിസ്റ്റിക്സ് ജോയിൻ ടുഗെദർ ബൈ അലിട്രേഷൻ. അതായത് ഓരോ വരിയും 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ 2 പാർട്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ പാർട്ടിനെ നമ്മൾ ഹെമിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. ആ ഹെമിസ്റ്റിക്സിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിവിഷനെ നമ്മൾ സെസൂറ എന്ന് പറയുന്നു. ആൻഡ് ഈ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഇറ്റ് വാസ് ജോയിൻ ടുഗെദർ ബൈ അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള സൗണ്ട്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിമിലർ സൗണ്ട്സിന്റെ റെപ്പിറ്റേഷൻ, അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സെക്കൻഡ് ഫീച്ചർ ഓഫ് ആംഗ്ലോ സാക്സൺ പോയട്രി അഥവാ ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി ആണ് എവറി ലൈൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ് കോൾഡ് ഹെമിസ്റ്റിക്സ് ആൻഡ് ജോയിൻഡ് ബൈ അലിട്രേഷൻ. അപ്പൊ എന്താണ് ഹെമിസ്റ്റിക് എന്നുള്ളത് എക്സാമിന് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യന്റെ കൂട്ടത്തിൽ ചോദിക്കാം. എന്താണ് ഹെമിസ്റ്റിക്? ഈച്ച് പാർട്ട് ഓഫ് എ line of the Anglo-Saxon poetry അഥവാ the Old English poetry is called as hemistic. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്താണ്? The poetic dictions are rich in parallelism, metaphorical phrases, compound words and periphrastic phrases also known as kennings. കെന്നിങ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കെന്നിങ്സ് എന്താണെന്നുള്ളത്. സോ എന്താണ് പറയുന്നത് ഈ ഒരു മൂന്നാമത്തെ ഫീച്ചറിനകത്ത്? ദ പോയറ്റിക് ഡിക്ഷൻസ് ആർ റിച്ച് ഇൻ പാരലലിസം. അതായത് എന്താണ്? സിമിലർ ഗ്രാമാറ്റിക് സ്ട്രക്ചർ ഉള്ള, സിമിലർ മീനിങ്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള വേർഡ്സ് കൊണ്ട് വളരെയധികം റിച്ച് ആണ് ഇത് നമ്മുടെ പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള എലമെന്റ് ആണ് ഇത് മെറ്റഫോറിക്കൽ ഫ്രേസസ്. ഒന്നിനൊന്നിനോട് സാദൃശ്യം ചൊന്നാൽ ചൊല്ലാമത് ഉപമ, അതായത് സിമിലി. പക്ഷെ ഒന്ന് മറ്റൊന്നാണ് എന്ന് പറയുന്നതാണ് എന്ത്? മെറ്റഫർ. അതാണ് ഇവിടെ പറയുന്നത് മെറ്റഫറിക്കൽ ഫ്രേസസ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുകയാണെങ്കിൽ അത് ലൈക്ക്, അവള് ഒരു ചുവന്ന റോസാപ്പൂവിനെ പോലെയാണ് എന്ന് പറയുമ്പോൾ ഒന്നിനൊന്നിനോട് സാദൃശ്യം ഉണ്ട് എന്ന് പറയുകയാണ്, അത് സിമിലി. ഷീ ഈസ് എ റെഡ് റോസ് എന്ന് പറയുകയാണെങ്കിൽ അവളൊരു ചുവന്ന റോസാപ്പൂവാണ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? അത് മെറ്റഫർ ആണ്. ഒന്നിനൊന്നിനോട് സാദൃശ്യമാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് സിമിലി, ഇറ്റ് ഈസ് ദാറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് മെറ്റഫറും. സോ ഓൾഡ് ഇംഗ്ലീഷ് പോയട്രിയിൽ എന്തുണ്ടായിരുന്നു? മെറ്റഫറിക്കൽ ഫ്രേസസ് ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കോമ്പൗണ്ട് വേർഡ്സ്. കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുമ്പോൾ 2 വേർഡ്സ് ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ ഉണ്ടായിരുന്നത് പെരിഫ്രാസ്റ്റിക് ഫ്രേസസ്, അതായത് കെന്നിങ്സ്. എന്താണ് കെന്നിങ്സ് എന്ന് എക്സാമിന് ചോദിക്കും. സോ എന്താണ് കെന്നിങ്സ്? Kennings is a compound expression in Old English and Old Norse poetry with metaphorical meaning. അതായത് എന്താണ്? നമ്മുടെ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതി തന്നെ, കോമ്പൗണ്ട് എക്സ്പ്രഷൻ ആണ് യൂസ്ഡ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് ഓൾഡ് നോർസ് പോയട്രി വിത്ത് എ മെറ്റഫറിക്കൽ മീനിങ്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ എന്താണ്? എർത്ത് വാക്കർ ഫോർ ട്രാവലർ. നമ്മളൊരു യാത്രക്കാരൻ അല്ലെങ്കിൽ ട്രാവലർ എന്നുള്ളതിന് പകരം യൂസ് ചെയ്ത വേർഡാണ് എന്ത്? എർത്ത് വാക്കർ. 2 വേർഡ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു വാക്ക് എർത്ത് വാക്കർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വേർഡ് ട്രാവലർ എന്ന് പറയുന്ന വേർഡിന് മെറ്റഫർ ആയിട്ട് യൂസ് ചെയ്യാണ്. അതുപോലെ തന്നെ സീ അല്ലെങ്കിൽ കടൽ എന്നുള്ള ആ ഒരു ഇതിന് വെയിൽസ് റോഡ്. വെയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ തിമിംഗലം. സോ അതിന്റെ റോഡ് എന്നുള്ള രീതിയിലാണ് സീ എന്നുള്ള ആ ഒരു വേർഡിനെ പറഞ്ഞിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? കെന്നിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ കെന്നിങ്സ് എന്തിന്റെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു? ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി അഥവാ ആംഗ്ലോ സാക്സൺ പോയട്രിയുടെ ഒരു ഫീച്ചർ ആയിരുന്നു. സോ എന്താണ് കെന്നിങ്സ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് കെന്നിങ്സ് എന്ന് പറയുന്നത്. കെന്നിങ്സ് ഇസ് എ കോമ്പൗണ്ട് എക്സ്പ്രഷൻ ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് ഓൾഡ് നോർസ് പോയട്രി വിത്ത് മെറ്റഫറിക്കൽ മീനിങ്. ഫോർ എക്സാമ്പിൾ, എർത്ത് വാക്കർ ഫോർ ട്രാവലർ ആൻഡ് വെയിൽസ് റോഡ് ഫോർ സീ. അപ്പോൾ ഇതാണ് ആംഗ്ലോ സാക്സൺ പോയട്രി എന്ന് പറയുന്നത്. സോ ആംഗ്ലോ സാക്സൺ പോയട്രി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ആംഗ്ലോ സാക്സൺ പോയട്രി നമ്മൾ ആ ലിറ്ററേച്ചറിന്റെ പോർഷനിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആംഗ്ലോ സാക്സൺ പോയട്രി എന്ന് പറയുന്നത് 3 രീതികളിലുണ്ട്, അല്ലെങ്കിൽ 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഹീറോയിക്, എലിജിയാക് ആൻഡ് ക്രിസ്ത്യൻ. അത് പ്രീ ക്രിസ്ത്യൻ എറയിലുള്ള പോയട്രിക്ക് എക്സാമ്പിൾ ആണ് വിഡ്സിത്ത് ആൻഡ് ഡിയോസ് ലാമെന്റ്. ആൻഡ് ലിറിക്കൽ ആൻഡ് എലിജിയാക് പോയംസ് വിച്ച് ആർ ഡീവിയേറ്റഡ് ഫ്രം പേഗൻ ട്രഡീഷൻ ബട്ട് ആർ നോട്ട് എൻറ്റയർലി ക്രിസ്ത്യൻ. അതായത് പേഗൻ ട്രഡീഷനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യപ്പെട്ടതും എന്നാൽ ടോട്ടലി ക്രിസ്ത്യനും അല്ലാത്തതായിട്ടുള്ള പോയംസിന് എക്സാമ്പിൾ ആണ് ദ ലവേഴ്സ് മെസ്സേജ്, ദ മെയ്ഡൻസ് കംപ്ലൈന്റ്, ദ വാൻഡറർ ആൻഡ് ദ സീഫാറർ. ആൻഡ് പിന്നീടുള്ള സോങ്സ് അബൌട്ട് വാർ, അതിനൊരു എക്സാമ്പിൾ ആണ് ദ ബാറ്റിൽ ഓഫ് മാൽഡൺ. പിന്നെ പറഞ്ഞത് ഫീച്ചേഴ്സ് ഓഫ് ആംഗ്ലോ സാക്സൺ പോയട്രി ആണ്. ഫസ്റ്റ് ഫീച്ചർ, ഇറ്റ് ഈസ് ആക്സെൻച്വൽ. അതായത് എന്താണ്? ദ പോയംസ് ആർ നോട്ട് സ്റ്റാൻസായിക് ബട്ട് ഹാസ് ലൈൻസ് റണ്ണിങ് കോൺസിക്യൂട്ടീവ്ലി. ഇത് വേറൊരു പോയിന്റ് ആയിട്ട് എഴുതിയാലും മതി.
പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് എവറി ലൈൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ് കാൾഡ് ഹെമിസ്റ്റിക് ജോയിൻ ടുഗദർ ബൈ അലിട്രേഷൻ. എന്താണ് ഹെമിസ്റ്റിക് എന്ന് വെച്ചാൽ ഈച്ച് പാർട്ട് ഓഫ് എ ലൈൻ ഓഫ് എ ആംഗ്ലോ സാക്സൺ പോയട്രി ഈസ് നോൺ ആസ് എ ഹെമിസ്റ്റിക് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ പോയറ്റിക് ഡിക്ഷൻസ്. ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എഴുതുന്നതിന്, അതിനെയാണ് നമ്മൾ ഡിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ പോയറ്റിക് ഡിക്ഷൻസ് ആർ റിച്ച് ഇൻ പാരലലിസം, മെറ്റഫറിക്കൽ ഫ്രേസസ്, കോമ്പൗണ്ട് വേർഡ്സ് ആൻഡ് പെരിഫ്രാസ്റ്റിക് ഫ്രേസസ്, ഓൾസോ നോൺ ആസ് കെന്നിങ്സ്. ഇനി എന്താണ് കെന്നിങ്സ്? Kennings is a compound expression in Old English and Old Norse poetry with metaphorical meaning. For example, earth walker for traveler and whale's rod for sea. സോ ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ആംഗ്ലോ സാക്സൺ പോയട്രി എന്ന് പറയുന്നത്. ആംഗ്ലോ സാക്സണിന്റെ ആ ഒരു ഫീച്ചേഴ്സ്, ആ പോയട്രിയുടെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചിലപ്പോൾ 2 മാർക്കോ 4 മാർക്കോ ഒക്കെ ആയിട്ട് ചോദിക്കാം.